തിരുവനന്തപുരം മ്യൂസിയത്തിൽ എത്തുന്നവർക്ക് ഇനി തെരുവ് നായ്ക്കളെ പേടിക്കാതെ നടക്കാം. നായ്ക്കളെ പിടികൂടുന്ന നടപടികൾ കോർപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം 5 പേർക്ക് നായയുടെ കടിയേറ്റതിൻ്റെ പശ്ചാത്തലത്തിലാണ് തെരുവ് നായയുടെ ശല്യം പരിഹരിക്കാൻ കോർപ്പറേഷനും മൃഗശാല അധികൃതരും ഈ കാര്യത്തിൽ ഇടപെട്ടത്. സുജിത് സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൽ നിന്ന് ചേരുന്നു. സുജിത്, ഗുഡ് മോർണിംഗ്. സുജിത്തെ, ആളുകൾ രക്ഷപ്പെട്ടോ? നമ്മളൊക്കെ അവിടെ നടക്കുന്ന സ്ഥലമാണ്. എങ്ങനെയാ കാര്യങ്ങൾ? ഗുഡ് മോർണിംഗ്. ഇനി മുതൽ ഈ മ്യൂസിയത്തിൽ എത്തുന്നവർക്ക് ഭയപ്പാടില്ലാതെ പ്രഭാത സവാരിക്ക് ഇറങ്ങാമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നലെ 5 പേരെയാണ് ഇവിടെ തെരുവുനായ കടിച്ചത്. ഇന്നിപ്പോൾ രാവിലെ തന്നെ കോർപ്പറേഷന്റെ ആളുകൾ എത്തി നായയെ പിടിക്കുന്ന പരിപാടികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ അവർ നായകൾക്ക് പുറകെ ഓടുകയാണ്. ഞങ്ങളും നായ്ക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മ്യൂസിയത്തിൽ എത്തുന്നവർക്കൊക്കെ ഇപ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം ഇന്നലെ തന്നെ ഏതാണ്ട് 4 നായ്ക്കളെ പിടികൂടിയിരുന്നു. കൂടാതെ മൃഗശാല അധികൃതരും കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതായത് നായ്ക്കൾ ഉള്ളിലേക്ക് വരുമ്പോൾ ഇവിടെയുള്ള ആളുകൾ ഈ നായ്കൾക്ക് യാതൊരു കാരണവശാലും ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കാൻ പാടില്ല. അങ്ങനെയുള്ളവർ അതിന് മുതിരരുത് എന്നുള്ള കർശന നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ചുള്ള ബോർഡുകളൊക്കെ സ്ഥാപിക്കുമെന്നും മൃഗശാല അധികൃതർ പറയുന്നുണ്ട്. രാവിലെ എത്തിയ ആളുകൾക്കൊക്കെ തന്നെ വളരെ സന്തോഷമാണ്. കാരണം ഭയപ്പാടില്ലാതെ പട്ടിയെ ഭയക്കാതെ നടക്കാം എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാന സന്തോഷം. ഒരു സംതൃപ്തിയോടുകൂടിയാണ് ഇന്നൊക്കെ എല്ലാവരും പ്രഭാത നടത്തത്തിന് ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇന്നലെ പിടികൂടിയ നായ്ക്കളെയൊക്കെ തന്നെ പേട്ടയിലെ ABC സെന്ററിലേക്കാണ് മാറ്റുന്നത്. ഇന്നലെ ആ നായ ഇവിടേക്ക് കടന്നെത്തിയ നായ മ്യൂസിയത്തിനുള്ളിലുള്ള ചില ആളുകളെയും കടിച്ചിരുന്നു. ഒപ്പം തന്നെ നായ്ക്കൾക്കും കടിയേറ്റിരുന്നു. ഈ നായ്ക്കളെ അടക്കമാണ് ഇപ്പോൾ ABC സെന്ററിലേക്ക് മാറ്റിയിട്ടുള്ളത്. അവിടെ 21 ദിവസത്തെ നിരീക്ഷണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ രാവിലെ തന്നെ കോർപ്പറേഷന്റെ ജീവനക്കാരെത്തി നായ്ക്കളെ പിടികൂടുന്ന നടപടികളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നും മുഴുവൻ നായ്ക്കളെയും പിടികൂടി മ്യൂസിയത്തിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ള നായ്ക്കളെ പിടികൂടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നായ്ക്കളുടെ പിന്നാലെ ഞങ്ങളും രാവിലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.